നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ഏശയ്യാ 1:17. നമ്മളിവിടെ ജീവിക്കുന്നതിന്റെ പ്രഥമമായ ലക്ഷ്യം ഈശോ പറഞ്ഞതുപോലെ ദൈവത്തോട് ഐക്യപ്പെടാനും പിതാവിനെ പോലെ തന്നെ ആയിത്തീരാനും ഒക്കെയാണ്. പിതാവിനെ പോലെ ആയിത്തീരുക എന്നതിന്റെ അർത്ഥം പിതാവിന്റെ സ്വഭാവത്തോടും മനസ്സിനോടും നമ്മുടെ സ്വഭാവവും മനസ്സും ആയിത്തീരണം എന്നാണ്. ഏശയ്യാ 1:17 പറഞ്ഞിരിക്കുന്നത് പോലെ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ഇതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ കർത്താവിന്റെ മനസ്സാണ്. ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യരോടും, അവര് വേദന അനുഭവിക്കുന്നവരോ സന്തോഷിക്കുന്നവരോ ആരുമായിക്കോട്ടെ, അവരോടെല്ലാമുള്ള ദൈവത്തിന്റെ മനസ്സാണ്. തീർച്ചയായും ഈ ഭൂമിയിൽ നമുക്ക് നൽകിയ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവത്തിന്റെ മനസ്സ് പോലെ നമ്മുടെ മനസ്സും ഒന്നായി തീരണം എന്നാണ്. സഭ നമ്മളെ പരിപാലിച്ചു വളർത്തുന്നത് ആ സമർപ്പണത്തിലേക്കാണല്ലോ. നമുക്കും തീർച്ചയായും ഈ വചനം വായിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ ഒരു മനസ്സ് എന്നിൽ രൂപപ്പെടാൻ എൻ്റെ മനസ്സിന്റെ സകല തിന്മകളും നീക്കി എന്നെ നിന്റെ തിരുമനസ്സിനോട് ഐക്യപ്പെടുത്തണമേ.